നമുക്ക് കോളേജിൽ പോകാൻ റെഡി ആയാലോ? അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, ലഞ്ച് ഉണ്ടാക്കുന്നത് പടപടയുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ റേഡിയോ ഇതേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് ചോദിക്കുവാണേ, എടാ ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നീ എന്തിനാ റേഡിയോ കേൾക്കുന്നതെന്നും. റേഡിയോ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. അതിൽ പ്രോഗ്രാംസും പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ റേഡിയോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചാപ്റ്റർ തന്നെ ഉണ്ടായിരുന്നു. റേഡിയോ കേട്ടുകൊണ്ട് സമയം മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭൂരിയാണ് കേട്ടോ. ഞാൻ കുഴച്ചിട്ട് പ്രസ്സിൽ നക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഭൂരിക്കൊക്കെ എണ്ണ കുറവായിരിക്കും. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പിന്നെ നിങ്ങൾ അടുക്കളയിൽ റേഡിയോ വെച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ പൂരി ചൂടുന്നു. അപ്പോൾ കറിയായിട്ട് ഞാൻ ഇന്നലത്തെ കടലക്കറി ഇന്നത്തെ ഫ്രഷ് കടലക്കറിയാക്കി എടുക്കുകയാണ് ചെയ്തത്. ആദ്യം കഴിഞ്ഞിട്ട് രാവിലെ പണി തുടങ്ങി കേട്ടോ. അപ്പോൾ അതേ ഇന്നത്തെ മീഷോ പ്രൊഡക്റ്റ് ഇത് 2 കേട്ടോ. ഈ ബോട്ടിൽസാണ്. ഇത് ഒരെണ്ണം മോട്ടിവേഷൻ ബോട്ടിലും ഒരെണ്ണം 6 എണ്ണത്തിൻ്റെ സെറ്റ് ഞാനൊരു 3 വർഷം മുമ്പ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് പിറക്കി കൊടുത്താട്ടോ. നല്ല മെറ്റീരിയലാണ് അതിൻ്റെത്. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ദഹിക്കാക്കും പിള്ളേർക്കും എനിക്കുള്ള ചോറ് പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ ആ ബോട്ടിലിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാം സെറ്റാക്കി പാത്രത്തിലാക്കി 8:30 ആകുമ്പോഴേക്കും ചോറെല്ലാം പാത്രത്തിലാവും. പിന്നെ ഇരിക്കാനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വൃത്തിയായിട്ട് കുട്ടികളെ ഒരിക്കലാണ് കേട്ടോ. 20 കിഡ്സിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തള്ള വൈബുള്ള ഞാൻ സ്കേർട്ടും ടോപ്പും കൂടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ചേരുന്നുണ്ടോ എന്തോ, കുറേ നാൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു രസത്തിന് വേണ്ടി ഒരു വെറൈറ്റി ആയിട്ട് ഇന്ന് ഇട്ടതാണ്. പിന്നെ ഷടപടേ ഇവൾമാരെ പിടിച്ചിറക്കലായി, സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെക്കലായി, വീട് പൂട്ടലായി, ഇറങ്ങലായി. ഇനിയിപ്പോൾ 2 ദിവസം പഠിത്തമില്ല. പിള്ളേർക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ കോളേജിനും അവധിയാണ്. അങ്ങനെ അവൾമാരുമായിട്ട് ഇറങ്ങാണ്. വെള്ളിയാഴ്ചയാണ്, പിള്ളേർക്ക് നേരത്തെ സ്കൂൾ തുടങ്ങും. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോയി കോളേജിലൊക്കെ പോയിട്ട് തിരിച്ചു വരാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.